നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അയാളെ ദൈവം തിരിച്ചു തന്നാണെന്ന് കരുതിയാൽ മതി. ഡോക്ടർ, എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം. ഇപ്പൊ വേണ്ട. നിങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് അയാൾ വരട്ടെ. അങ്ങനെ ഒരാളെ കാണാനല്ലേ നിങ്ങൾക്കും ഇഷ്ടം? ഹി വിൽ റിക്കവർ സൂൺ. എന്തായാലും സച്ചിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. തന്നെയൊക്കെ എന്തിനു കൊള്ളാം? അവൻ തീർന്നെന്ന് താൻ തന്നെയല്ലേ വീരവാദം മുഴക്കി എന്നോട് പറഞ്ഞത്? വിഡ്ഢിയായ ഞാൻ തന്റെ വാക്കും കേട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അവന്റെ നെഞ്ചത്ത് വെക്കാൻ റോസാപ്പൂക്കൾ കൊണ്ടുള്ള റീത്ത് വരെ ഓർഡർ ചെയ്തു. എന്നിട്ടിപ്പോ എന്തായി മൂർത്തി? എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റിയില്ലേ? മാഡം, ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വാർത്തയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണോ? മിസ്റ്റേക്ക്? ഒരു നിമിഷം കൊണ്ട് ആകാശമുട്ട ഞാനൊന്ന് സന്തോഷിച്ചു. കൈവലങ്ങിട്ട് അവന്റെ ശവത്തിന് മുന്നിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ചോണ്ടിരിക്കുന്ന ആ തള്ളയുടെയും അവന് വേണ്ടി നിലവിളിച്ചോണ്ടിരിക്കുന്ന മറ്റെല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു പുഞ്ചിരിയോടെ അവന്റെ നെഞ്ചിൽ റീത്ത് വെക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഇപ്പതാ താഴെ വീണ് പൊട്ടിച്ചെതറി കിടക്കുന്നു. മാഡം, മരിച്ചത് സച്ചി അല്ല എന്നുള്ളത് സത്യമാ. പക്ഷേ ഒരുത്തൻ തീർന്നില്ലേ? അത് മരുമകനായാലും മറ്റാരായാലും ആ തള്ളയുടെ വിധി മാറുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരുത്തനല്ല തീരേണ്ടത് അവൻ തന്നെയായിരുന്നു. അതിന് നമുക്ക് ഇനിയും സമയമുണ്ട് മാഡം. ജീവൻ തിരിച്ചു കിട്ടിയതല്ലേ ഉള്ളൂ. തന്നെ കൊണ്ടിനി എന്ത് ചെയ്യാൻ പറ്റുന്ന താൻ ഈ പറയുന്നേ? അവനെ അതിനകത്ത് വെച്ച് തന്നെ തീർക്കാൻ പറ്റുമോ തനിക്ക്? പറ്റുമോന്ന്? ഇതുവരെ അത് ചെയ്യാതിരുന്നത് പറ്റാത്തതുകൊണ്ടല്ല മാഡം. പക്ഷേ അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ആശുപത്രി നിറയെ ഇതുവരെ പോലീസായിരുന്നു. ICUവിനുള്ളിൽ എപ്പോഴും ഒരു ടീം ഡോക്ടർമാരും ഉണ്ടായിരുന്നു. ICUവിന് പുറത്ത് അവന്റെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. അവരെയെല്ലാം മറികടന്ന് അതിനകത്ത് കയറി ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നത് സത്യമാണ്. പക്ഷേ ഇനി സാധിക്കും. എനിക്കിപ്പോ ആ വിശ്വാസം ഇല്ല. ചെയ്തു കാണിച്ചിട്ട് മൂർത്തി എന്റെ മുമ്പിൽ വന്ന് നിൽക്ക്. അപ്പൊ ഞാൻ വിശ്വസിക്കാം. അല്ലാതെ ഇനി ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞില്ല മാഡം, അവന്റെ കാര്യം തീർക്കാൻ നമുക്കിനിയും സമയമുണ്ട്. മതി തന്റെ ഉപദേശം. ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാതെ എന്റെ മുന്നിൽ വന്ന് എന്നെ ഉപദേശിക്കാൻ നോക്ക. പൊയ്ക്കോ, എനിക്ക് ആരെയും കാണണ്ട. പിന്നെ കോടതിയിലെ കാര്യം ഇനി അവന്തിക നേരിട്ടിറങ്ങ. ഈ കേസിൽ ഗോകുൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവില്ല എന്ന് തീരുമാനിച്ചത് ഞാനാ. ആ തള്ളയ്ക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.